ഗുരുവായൂർ തന്നെയുള്ള ഒരു ബ്രാഹ്മണ കുടുംബമാണ് നെന്മിനിമന. ഇവരുടെ വംശപരമ്പര എന്നും ഗുരുവായൂരിലുണ്ട്. എല്ലാ വർഷവും വൃശ്യമാസത്തിലെ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള സപ്തമി വിളക്ക് ഈ മനക്കാരുടെ വകയാണ്. ഗുരുവായൂരപ്പൻ്റെ പ്രത്യേക ഭക്തവാത്സല്യത്തിന് പാത്രമായ ഇവിടുത്തെ ഒരു ഉണ്ണി നമ്പൂതിരിയുടെ കഥ എല്ലാവരും കേട്ടിട്ടില്ലേ? കുറച്ച് ദിവസമായി കണ്ണൻ പറയണു ആ ഉണ്ണിയുടെ കഥ പറഞ്ഞു തരാമെന്ന്. ഇന്നലെ രാത്രി 12 മണി വരെ ഉണ്ണിയുടെ കഥ പറയായിരുന്നു കണ്ണൻ. കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ കണ്ണിൽ മിഴിനീരിൻ്റെ തിളക്കം. ആ കഥയാണ് കേട്ടോ ഇവിടെ നിന്ന് പറയണത്. ഹരേ ഗുരുവായൂരപ്പാ ശരണം. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായോ? ഉണ്ണിക്കുട്ടിന് സന്തോഷം അടക്കാനായില്ല. ഇന്ന് കണ്ണന് ഉച്ചയ്ക്ക് മാമമൂട്ടേണ്ടത് താനാണ്. എന്നും ഗുരുവായൂരിൽ നടയിൽ നിൽക്കുമ്പോൾ കൊതിയാവും അച്ഛനെപ്പോലെ കണ്ണന് നൈവേദ്യച്ചോറും പായസവും മൂട്ടാൻ കഴിഞ്ഞെങ്കിലെന്ന്. അച്ഛൻ നടയടച്ചിരുന്ന് കണ്ണനെ ഊട്ടുന്നത് കൊണ്ട് കണ്ണൻ വന്ന് മാമുണ്ണണത് കാണാൻ ഒരിക്കലും തരായിട്ടില്ല. ഉണ്ണി ചോദിക്കും, അച്ഛാ ഇന്ന് കണ്ണൻ മാമുണ്ണാൻ വന്നോ? പിന്നെ വരാണ്ടിരിക്കുവോ? എന്നിട്ടോ കണ്ണന് നെയ്യും ഉപ്പേരിയും പഴം നുറുക്കും കാളനും എല്ലാം ചേർത്ത് ഓരോരോ ഉരുളകളാക്കി കയ്യിൽ വെച്ചു കൊടുത്തു. അപ്പോഴോ കണ്ണൻ അതെല്ലാം സന്തോഷത്തോടെ കഴിച്ചു. അതിനുശേഷം പാൽപ്പായസം കൊടുത്തു. കണ്ണന് ഏറ്റവും ഇഷ്ടം എന്താച്ചാ ഉപ്പുമാങ്ങയും കട്ടത്തേരും കൂട്ടിയ ചോറും പപ്പടവും, പിന്നെ പാൽപ്പായസവും. അച്ഛാ എനിക്കും കണ്ണനെ കാണണം. എൻ്റെ മുന്നിലും കണ്ണൻ വരുമോ? കണ്ണനോട് ഇഷ്ടമുള്ള എല്ലാവരുടെയും മുന്നിൽ കണ്ണൻ വരും. പിന്നെന്താ അച്ഛാ ഇല്ലത്ത് വരാത്തത്? ഇല്ലത്ത് തേവാരം ചെയ്യുമ്പം കൂടി വരണില്ല. വരുന്നുണ്ട് ഉണ്ണിയെ. ഉണ്ണി കാണാഞ്ഞിട്ടാ. ഉണ്ണിയുടെ അടുത്തും വരണം എന്ന് കണ്ണനോട് പറഞ്ഞോളൂ. ഉണ്ണിക്ക് കണ്ണനെ കാണാൻ കൊതിയായി. ഉണ്ണിക്ക് അനിയനും കൂട്ടുകാരും എല്ലാം ആണ് കണ്ണൻ. മുത്തശ്ശിയമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്നുണ്ട് കണ്ണൻ്റെ കുറുമ്പുകളും കളികളും എല്ലാം കേൾക്കാൻ നല്ല രസമാണ്. ഇടയ്ക്ക് കണ്ണൻ അടുത്ത് വന്നിരിക്കുന്നത് പോലെ തോന്നും. പലപ്പോഴും മുത്തശ്ശി കണ്ണുനീർ വാർത്തുകൊണ്ട് പറയും, കാരുണ്യക്കടലായ പൊന്നു ഗുരുവായൂരപ്പനെ സേവിക്കാൻ കഴിയണത് പല പല ജന്മങ്ങളിൽ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലാണ്. ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആവാൻ കഴിഞ്ഞത് മോൻ്റെ അച്ഛൻ്റെ സുകൃതം, നമ്മുടെ എല്ലാവരുടെയും സുകൃതം, ഈ നന്മനി ഇല്ലത്തിൻ്റെ ഭാഗ്യം. പിന്നെ കുറെ നേരം മുത്തശ്ശി നാമത്രയും ജപിച്ചു കണ്ണുനീര് വാർക്കും. ഒരിക്കലും ഉണ്ണി മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശിയെ അച്ഛനെ